ഹല്ലേലൂയ. ദി ഹോളി സ്പിരിറ്റ് ചിറ്റയമുണ്ടക്കൽ യൂട്യൂബ് ചാനൽ കാണുന്ന ലോകത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഈ പ്രോഗ്രാം കാണുന്ന സഹോദരിമാർ, മാതാപിതാക്കൾ, പിതാക്കന്മാർ, കുഞ്ഞുങ്ങൾ, അഭിഷക്തന്മാർ എല്ലാവർക്കും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ നിശ്ചലമായ സ്നേഹവന്ദനത്തെ നന്ദിയും അറിയിക്കുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് യെശയ്യാപ്രവചന പുസ്തകം അതിൻ്റെ 35 അധ്യായം 4 വാക്യം. മനോഭീതിയുള്ളവരോട് ധൈര്യപ്പെടുവിൻ, ഭയപ്പെടേണ്ട, ഇതാ നിങ്ങളുടെ ദൈവം പ്രതികാരവും വരുന്നു, അവൻ വന്നു നിങ്ങളെ രക്ഷിക്കും എന്ന് പറയുവിൻ. അന്ന് കുരുടന്മാരുടെ കണ്ണ് തുറന്നു വരും, ചെകിടരുടെ ചെവി അടഞ്ഞിരിക്കുകയുമില്ല. മനോഭീതിയുള്ളവരോട് ധൈര്യപ്പെടുവിൻ, ഭയപ്പെടേണ്ട, ഇതാ നിങ്ങളുടെ ദൈവം പ്രതികാരവും വരുന്നു, അവൻ വന്ന് നിങ്ങളെ രക്ഷിക്കും എന്ന് പറയുവിൻ. മഹാപരിശുദ്ധനും സ്വർഗീയ പിതാവേ, അവിടുത്തെ വചനമായി നിൽക്കുമ്പോൾ കർത്താവേ, ജനത്തോട് സംസാരിക്കണം. ഇരുട്ടിൻ്റെ വ്യാപാര ശക്തികൾ മാറട്ടെ, അന്ധകാര ശക്തികൾ തകരട്ടെ. വചനമായി നിൽക്കുമ്പോൾ അടിയനെ പിന്നിൽ മറച്ചുകൊണ്ട് ജനത്തോട് സംസാരിക്കണം. എല്ലാ ഇരുട്ടിൻ്റെ ശക്തികൾ യേശുവിൻ നാമത്തിൽ മാറട്ടെ. കർത്താവേ, വചനമായി നിൽക്കുമ്പോൾ അടിയനെ പിന്നിൽ മറച്ചുകൊണ്ട് ജനത്തോട് സംസാരിക്കും. എല്ലാ ഇരുട്ടിൻ്റെ വ്യാപാര ശക്തികൾ ഉടഞ്ഞു പോകട്ടെ. വചനത്തിന് വിരുദ്ധമായി പൊങ്ങുന്ന സാത്താനിക ശക്തികൾ, പാതാള ഗോപുരങ്ങൾ എല്ലാം മുറിയട്ടെ. ഓരോ ജനത്തെയും അനുഗ്രഹിക്കും. വചനമായി നിൽക്കുമ്പോൾ അടിയനെ പിന്നിൽ മറച്ചുകൊണ്ട് അവിടുന്ന് സംസാരിക്കും. യേശുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ഹല്ലേലൂയ. യെശയ്യാപ്രവചനം അതിൻ്റെ 35:4. മനോഭീതിയുള്ളവരോട് ധൈര്യപ്പെടുവിൻ, ഭയപ്പെടേണ്ട, ഇതാ നിങ്ങളുടെ ദൈവം. ഈ വേളയിൽ മനോഭീതിയിൽ ഭാരപ്പെട്ട് ഹൃദയം നുറുങ്ങിയിരിക്കുന്ന, ആരോരും സഹായിക്കുവാനില്ലാതെ ഭാരപ്പെട്ടിരിക്കുന്ന വ്യക്തിമണ്ഡലമേ, നിന്നെ സഹായിക്കുന്ന ദൈവം, അവൻ നിന്നെ വിടുവിക്കുന്ന ദൈവം, അവൻ നിന്നെ പുലർത്തുന്ന ദൈവം, അവൻ നിന്നെ വഴി നടത്തുന്ന ദൈവം. മനോഭീതിയുള്ളവരോട് ധൈര്യപ്പെടുവിൻ, ഭയപ്പെടേണ്ട, ഇതാ നിങ്ങളുടെ ദൈവം പ്രതികാരം വരുന്നു, അവൻ വന്ന് നിങ്ങളെ രക്ഷിക്കും എന്ന് പറയുവിൻ. എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, നമ്മളെ രക്ഷിക്കുവാൻ കഴിയുന്ന ദൈവം, നമ്മെ വിടുവിക്കുവാൻ കഴിയുന്ന ദൈവം, അവൻ നമ്മെ വഴി നടത്തുന്ന ദൈവം, അവൻ നമ്മെ പുലർത്തുന്ന ദൈവം. പലരും നമ്മെ രക്ഷിക്കുമെന്ന്, പലരും നമ്മെ സഹായിക്കുമെന്ന്, പലരും നമ്മെ വിടുവിക്കുമെന്ന്, പലരും നമ്മെ ആശ്വസിക്കുമെന്ന് പലപ്പോഴും നമ്മൾ വിചാരിക്കും. എന്നാൽ അതെല്ലാം വ്യർത്ഥമായി പോകുമ്പോൾ നിന്നെ രക്ഷിക്കുന്ന ഒരു കരം, യഹോവയുടെ കരം വീര്യം പ്രവർത്തിക്കുന്നു, യഹോവയുടെ കരം ഉയർന്നിരിക്കുന്നു. എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, മനോഭീതിയുള്ളവരോട് ധൈര്യപ്പെടുവിൻ, ഭയപ്പെടേണ്ട, ഇതാ നിങ്ങളുടെ ദൈവം പ്രതികാരം വരുന്നു, അവൻ വന്ന് നിങ്ങളെ രക്ഷിക്കും എന്ന് പറയുവിൻ. അന്ന് കുരുടരുടെയും കണ്ണ് തുറന്നു വരും, ചെകിടരുടെ ചെവി അടഞ്ഞിരിക്കുകയുമില്ല. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, യെശയ്യാപ്രവചനം ഈ വിളിച്ചു പറയുന്നത് യേശു കർത്താവിനെ പറ്റിയുള്ള ദൂതാണ്. കർത്താവ് ഈ ഭൂമിയിൽ മനുഷ്യനായി അവതരിക്കുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ യെശയ്യാപ്രവചകൻ അതേ പ്രവചിച്ചതാണ്. മനോഭീതിയുള്ളവരോട് ധൈര്യപ്പെടുവിൻ, ഭയപ്പെടേണ്ട, ഇതാ നിങ്ങളുടെ ദൈവം പ്രതികാരവും വരുന്നു, അവൻ വന്ന് നിങ്ങളെ രക്ഷിക്കും എന്ന് പറയുവിൻ. അന്ന് കുരുടരുടെ കണ്ണ് തുറന്നു വരും, ചെകിടരുടെ ചെവി അടഞ്ഞിരിക്കുകയുമില്ല. എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, യെശയ്യാപ്രവചനം അതിൻ്റെ 34:16 വാക്യം. ഈ യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ച് നോക്കുവിൻ, അവയിൽ ഒന്നും കാണാതിരിക്കുകയില്ല. അവൻ്റെ വായല്ലോ കൽപ്പിച്ചത്, അവൻ്റെ ആത്മാവത്രേ അവയെ കൂട്ടി വരുത്തിയത്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, ദൈവത്തിൻ്റെ പുസ്തകത്തിൽ നിന്നും അത് ഓരോന്നിനും ഇണയായി തിരിച്ചിട്ടുണ്ട്. ഇത്
യെശയ്യാപ്രവാചകൻ പറയുന്നത് യേശുക്രിസ്തുവിനെ പറ്റിയാണ്. മനോഭീതിയുള്ളവരോട് ധൈര്യപ്പെടുവിൻ, ഭയപ്പെടേണ്ട, ഇതാ നിങ്ങളുടെ ദൈവം. പ്രതികാരം വരുന്നു. പ്രതികാരം ആരോടാണ്? പിശാചിനോട്. പിശാചിൻ്റെ അധികാരത്തെ അവൻ അടിയറ വെച്ചുകൊണ്ട് ക്രൂശിൽ ജയോത്സവം കൊണ്ടാടിയ യേശുക്രിസ്തു. പ്രതികാരം മാനവരാശിയോടല്ല. യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നത് മാനവരാശിയെ, മനുഷ്യനെ വീണ്ടെടുക്കുവാൻ, പാപികളെ തേടി വന്ന ദൈവം. എന്നാൽ അവൻ പ്രതികാരം ദുഷ്ടനായ പിശാചിനെ, അവൻ്റെ ആയുധവർഗത്തെ തൻ്റെ ക്രൂശിൻ്റെ ചുവട്ടിൽ അടിയറ വെച്ചുകൊണ്ട് അവൻ ജയോത്സവം കൊണ്ടാടിയ ഒരു നല്ല യേശു കർത്താവിനെ നമുക്ക് കാണുവാൻ സാധിക്കും. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, യെശയ്യാപ്രവചനം അതിൻ്റെ 35:5 അന്ന് കുരുടരുടെ കണ്ണ് തുറന്നു വരും, ചെകിടരുടെ ചെവി അടഞ്ഞിരിക്കുകയുമില്ല. അത് നമുക്ക് മാർക്കോസിൻ്റെ സുവിശേഷത്തിൽ കാണുവാൻ സാധിക്കും. യേശു കർത്താവ് ഒരു കുരുടനെ സൗഖ്യപ്പെടുത്തിയതായി. മാർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 46. അവൻ യെരിഹോവിലെത്തി. പിന്നെ അവൻ ശിഷ്യന്മാരോട് വലിയ പുരുഷാരത്തോടു കൂടെ യെരിഹോവിൽ നിന്ന് പുറപ്പെടുമ്പോൾ നിരവധി തിന്മയുടെ മകനായ ബർത്തിമായി എന്ന ഒരു കുരുടൻ ഭിക്ഷക്കാരൻ വഴിയിലിരുന്ന് നസ്രയനായ യേശു എന്ന് കേട്ടിട്ട് അവൻ, ദാവീദ് പുത്ര യേശുവേ, എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു. മിണ്ടാതിരിപ്പാൻ പലരും അവനെ ശാസിച്ചിട്ട്, ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് അവൻ ഏറ്റവും അധികം നിലവിളിച്ചു പറഞ്ഞു. എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, ഈ ഭാഗം തന്നെയാണ് യെശയ്യാപ്രവചനത്തിലെ അതിൻ്റെ 35-ാം അധ്യായത്തിൽ 5-ാം വാക്യം. യെശയ്യാപ്രവചകൻ യേശുക്രിസ്തു ജനിക്കുന്നതിന് നൂറ്റാണ്ട് മുമ്പേ പ്രവചിച്ചു, ഒരു രക്ഷകൻ നമുക്ക് വരും. അവൻ ചെകിടരുടെ അന്ധരുടെ കണ്ണുകളെ തുറന്ന് ചെകിടരുടെ കേൾവി നൽകുന്നവൻ, ഊമരെ സംസാരിക്കുന്നവൻ, അവൻ രക്ഷകൻ, അവൻ സാക്ഷാൽ യേശുക്രിസ്തുവാണ്. മാർക്കോസിൻ്റെ സുവിശേഷം 10:48 മിണ്ടാതിരിപ്പാൻ പലരും അവനെ ശാസിച്ചിട്ട്, ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് അവൻ ഏറ്റവും അധികം നിലവിളിച്ചു. ഇന്ന് ഏറ്റവും അധികം നിലവിളിക്കുന്ന സഹോദരി, പ്രിയ മാതാവി, ബർത്തിമായിയെ പോലെ നിലവിളിക്കുന്ന വ്യക്തി ജീവിതമേ, മറിയെ പോലെ നിലവിളിക്കുന്ന വ്യക്തി ജീവിതമേ, പ്രിയ പിതാവേ, നീ നിലവിളിക്കുന്ന അനുഭവത്തിൻ്റെ മേൽ അവൻ നിന്നെ വിടുവിക്കുന്ന ദൈവമാണ്. അവൻ നിന്നെ സഹായിക്കുന്ന ദൈവമാണ്. അവൻ നിന്നെ പരിപാലിക്കുന്ന ദൈവമാണ്. മനോഭീതിയുള്ളവരോട് ധൈര്യപ്പെടുവിൻ, ഭയപ്പെടേണ്ട, ഇതാ നിങ്ങളുടെ ദൈവം. പ്രതികാരം വരുന്നു, അവൻ വന്ന് നിങ്ങളെ രക്ഷിക്കും എന്ന് പറയും. എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, ഏത് തകർച്ചയിലിരിക്കുന്നുവോ, ഏത് പ്രയാസത്തിലിരിക്കുന്നുവോ, ഏത് കഷ്ടത്തിലിരിക്കുന്നുവോ, നിന്നെ വന്ന് രക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്നെ വന്ന് വിടുവിക്കുന്ന ഒരു കർത്താവുണ്ട്. അവൻ അത്ഭുത മന്ത്രിയാം ദൈവം, അവൻ വീരനാം ദൈവം, അവൻ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം. അവൻ നിന്നെ രക്ഷിക്കുക തന്നെ ചെയ്യും. അവൻ നിൻ്റെ കഷ്ടതകളിൽ നിന്നെ വിടുവിക്കുന്ന ദൈവം, നിന്നെ പുലർത്തി വഴി നടത്തുന്ന ഒരു നല്ല കർത്താവിനെ നിനക്ക് കാണുവാൻ സാധിക്കും. മാർക്കോസിൻ്റെ സുവിശേഷം 10:49 അപ്പോൾ യേശു അവനെ വിളിപ്പാൻ എന്ന് പറഞ്ഞു. ധൈര്യപ്പെടുക, എഴുന്നേൽക്കുക, നിന്നെ വിളിക്കുന്നുവെന്ന് അവൻ പറഞ്ഞു. കുരുടൻ വിളിച്ചു. അവൻ തൻ്റെ പുതപ്പിട്ട് കളഞ്ഞ് ചാടി എഴുന്നേറ്റ് യേശുവിൻ്റെ അടുക്കൽ. യേശു അവനോട്, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന് നീ ഇച്ഛിക്കുന്നു എന്ന് ചോദിച്ചതിന്, റബ്ബിനി, എനിക്ക് കാഴ്ച പ്രാപിക്കണമെന്ന് കുരുടൻ അവനോട് പറഞ്ഞു. യേശു അവനോട്, പോകുക, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഉടൻ അവൻ കാഴ്ച പ്രാപിച്ചു, യാത്രയിൽ അവനെ അനുഗമിച്ചു. എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ കാണുമ്പോൾ നമ്മൾ അത് ആസ്വദിച്ച് പോകുന്നവരല്ല. ഈ ബർത്തിമായെ പോലെ കർത്താവിനെ പിൻചൊല്ലുന്നവരായി, കർത്താവിനെ ഫോളോ ചെയ്യുന്നവരായി നമുക്ക് കാണുവാൻ സാധിക്കണം. ആ ഫോളോ ചെയ്യുവാൻ നമുക്ക് സാധിച്ചാൽ നമുക്ക് അത്ഭുതം ചെയ്യുന്ന ഒരു കർത്താവിനെ കാണുവാൻ സാധിക്കും. ഈ വേളയിൽ ഭാരത്തോടെ നീറുന്ന വ്യക്തി ജീവിതമേ, പ്രിയ മാതാവേ, പ്രിയ കുടുംബമേ, നീ തകരുമെന്ന് ശത്രു പറയുന്ന
ചില മേഖലകളിൽ ഇന്ന് നിനക്ക് ജയം നൽകിയിരിക്കുകയാണ്. പ്രവചന ആത്മാവി കൽപ്പിക്കുന്നു. അർത്ഥം റുബൽ ഹൗഷനും ദുരാൽ ഹാദിയ, നീ തകരുമെന്ന് പറയുന്ന ചില മേഖലകളിൽ, എല്ലാ മേഖലകളിൽ ഇന്ന് നിനക്ക് ജയവും വിടുതലും നൽകിയിരിക്കുകയാണ്. അവൻ നിന്നെ ഉയർത്തുന്ന ദൈവമാണ്. അവൻ നിന്നെ താഴ്ത്തുന്ന ദൈവമല്ല, അവൻ നിൻ്റെ തലയെ ഉയർത്തുന്ന ദൈവം. മനോഭീതിയുള്ളവരോട് ധൈര്യപ്പെടുവിൻ, ഭയപ്പെടേണ്ട, ഇതാ നിങ്ങളുടെ ദൈവം, പ്രതികാരവും വരുന്നു, അവൻ വന്നു നിങ്ങളെ രക്ഷിക്കും എന്ന് പറയുവിൻ. നിന്നെ രക്ഷിക്കുന്ന ദൈവം, അവൻ നിന്നെ വിടുവിക്കുന്ന ദൈവം, അവൻ നിന്നെ വഴി നടത്തുന്ന ദൈവം, അവൻ നിന്നെ പുലർത്തുന്ന ദൈവം. ആ ക്രിസ്തുവിൽ ഇന്ന് ആരെല്ലാം വിശ്വാസം വെക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ അവൻ വാതിലുകളെ തുറന്ന്, നീ വിശ്വസിച്ചാൽ നീ അടഞ്ഞ ചില വാതിലുകളിൽ നിന്ന് കർത്താവ് തുറന്നു നിന്നിരിക്കുക. ഈ ഭാരപ്പെടുന്ന കണ്ണുനീര് ചില സ്വർഗം ഇന്ന് അറിയുന്നു. അതിൻ്റെ മേൽ അവൻ അത്ഭുത വിടുതലും രോഗസൗഖ്യവും നൽകുകയാണ്. ഭർത്തിമായെ പോലെ നിലവിളിക്കുന്ന വ്യക്തി ജീവിതമേ, നിൻ്റെ നിലവിളി അറിയുന്നവനായ കർത്താവ്, അവൻ നിൻ്റെ നിലവിളി കണ്ട് അവൻ കടന്നു പോകുന്നവനല്ല, അവൻ നിശ്ചയമായി അവൻ നിന്നെ വിടുവിക്കുന്ന ദൈവം. അതിൻ്റെ 35-10 അങ്ങനെ യഹോവയാൽ വീണ്ടെടുക്കപ്പെട്ടവർ മടങ്ങി ഉല്ലാസഘോഷത്തോടെ സിയോനിലേക്ക് വരും. നിത്യാനന്ദം അവരുടെ തലമേൽ ഉണ്ടായിരിക്കും. അവർ ആനന്ദ സന്തോഷവും പ്രാപിക്കും. ദുഃഖവും നെടുവീർപ്പും ഓടിപ്പോകും. അപ്പോൾ ദുഃഖവും നെടുവീർപ്പും, നിൻ്റെ ഞെരുക്കവും പ്രയാസവും എല്ലാം ഓടിപ്പോകും. ഇന്ന് നിൻ്റെ വീട്ടിലുള്ള ചില ദുഃഖങ്ങൾ, ഞെരുക്കങ്ങൾ ഇന്ന് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത് ഓടിപ്പോകുന്ന ദിവസമാണ്. നീ ഒന്ന് വിശ്വസിച്ച് ആമയൊന്ന് ഏറ്റെടുത്താൽ അത്ഭുതത്തെ കാണുവാൻ സാധിക്കും. അങ്ങനെ യഹോവയാൽ വീണ്ടെടുക്കപ്പെട്ടവർ മടങ്ങി ഉല്ലാസഘോഷത്തോടെ സിയോനിലേക്ക് വരും. ഇന്ന് നിൻ്റെ ജീവിതത്തിൽ ഉല്ലാസഘോഷം, ഇന്ന് നിനക്ക് ജയം നൽകുന്ന ഒരു കർത്താവിനെ കാണുവാൻ സാധിക്കും. അങ്ങനെ യഹോവയാൽ വീണ്ടെടുക്കപ്പെട്ടവർ മടങ്ങി ഉല്ലാസഘോഷത്തോടെ സിയോനിലേക്ക് വരും. നിത്യാനന്ദവും അവരുടെ തലമേൽ ഉണ്ടായിരിക്കും. അവർ ആനന്ദവും സന്തോഷവും പ്രാപിക്കും. ദുഃഖവും നെടുവീർപ്പും ഓടിപ്പോകും. ഇന്ന് നീ ദുഃഖിക്കുന്ന എല്ലാ വിഷയത്തിൻ്റെ മേൽ അവൻ അത്ഭുതങ്ങളെ, അതിശയങ്ങളെ ചെയ്തിരിക്കുകയാണ്. നീ ഞെരുങ്ങുന്ന, നിനക്ക് സാധ്യമല്ല, ഈ വിഷയത്തിന് മേൽ പരിഹരിക്കുവാൻ പറ്റത്തില്ലെന്ന് പറയുന്ന വ്യക്തിമണ്ഡലമേ, നീ പരിഹരിക്കുവാൻ പറ്റാത്ത എല്ലാ മേഖലകളിന്മേൽ കർത്താവ് നിനക്കായി വാതിലുകളെ, വഴികളെ തുറന്നതിനായി നന്ദി പറയുന്നു. മനോഭീതിയുള്ളവരോട് ധൈര്യപ്പെടുവിൻ. ഇന്ന് മനോധൈര്യമില്ലാതെ ജീവിക്കണ്ട എന്ന് ഭാരപ്പെടുന്ന വ്യക്തിമണ്ഡലമേ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നീ എന്നിൽ പ്രത്യാശ വച്ചാൽ ഞാൻ നിന്നെ വിടുവിക്കുന്ന ദൈവം, ഞാൻ നിന്നെ വഴി നടത്തുന്ന ദൈവം, ഞാൻ നിന്നെ പുലർത്തുന്ന ദൈവം, ഞാൻ നിന്നെ അധികമായി സ്നേഹിക്കുന്ന ദൈവം. മനോഭീതിയുള്ളവരോട് ധൈര്യപ്പെടുവിൻ, ഭയപ്പെടേണ്ട, ഇതാ നിങ്ങളുടെ ദൈവം, പ്രതികാരം വരുന്നു, അവൻ വന്ന് നിങ്ങളെ രക്ഷിക്കും എന്ന് പറയുവിൻ. എൻ്റെ വ്യക്തി ജീവിതമേ, ഇനി ആരും സഹായിക്കുവാനുമില്ല. കണ്ണുനീരോടെ ഇരിക്കുന്ന മാതാവേ, പ്രിയ പിതാവേ, അഭിഷക്ത, നിന്നെ ആരും സഹായിക്കുവാനില്ലെന്ന് നീ ഭാരപ്പെടുന്ന വ്യക്തിമണ്ഡലമേ, നിന്നെ രക്ഷിക്കുന്ന ഒരു കരം, നിന്നെ വിടുവിക്കുന്ന ഒരു കരം, നിന്നെ വഴി നടത്തുന്ന ഒരു കരം. മനോഭീതിയുള്ളവരോട് ധൈര്യപ്പെടുവിൻ, ഭയപ്പെടേണ്ട, ഇതാ നിങ്ങളുടെ ദൈവം, പ്രതികാരം വരുന്നു, അവൻ വന്ന് നിങ്ങളെ രക്ഷിക്കും എന്ന് പറയുവിൻ. നീ ഇന്ന് തകർന്നിരിക്കുന്ന എല്ലാ മേഖലകളും നിന്നെ രക്ഷിക്കത്തില്ല, എനിക്ക് രക്ഷപ്പെടുവാൻ പറ്റത്തില്ലെന്ന് എല്ലാ മേഖലകളിലും നീ പറയുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, ഞാൻ നിന്നെ രക്ഷിക്കുന്ന ദൈവമാണ്, ഞാൻ നിന്നെ വിടുവിക്കുന്ന ദൈവമാണ്, ഞാൻ നിന്നെ പുലർത്തുന്ന ദൈവമാണ്, ഞാൻ നിന്നെ വഴി നടത്തുന്ന ദൈവമാണ്. ഞാൻ നിൻ്റെ കണ്ണുനീരിൻ്റെ മധ്യയിൽ ഞാൻ നിന്നെ വിടുവിച്ച് നിൻ്റെ ഭവനത്തെ ഞാൻ സന്തോഷഭവനമാക്കി, വിലാപത്തി ഭവനത്തെ ഞാൻ സന്തോഷമുള്ള ഭവനമാക്കി മാറ്റുന്ന ദൈവമാണ്. നീ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വത്തെ കാണുവാൻ സാധിക്കും.
യേശാപ്രവചനം 35:4 മനോഭീതിയുള്ളവരോട് ധൈര്യപ്പെടുവിൻ, ഭയപ്പെടേണ്ട, ഇതാ നിങ്ങളുടെ ദൈവം പ്രതികാരം വരുന്നു, അവൻ വന്ന് നിങ്ങളെ രക്ഷിക്കും എന്ന് പറയും. ഈ വചനം മുഖാന്തരം ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. മഹാപരിശുദ്ധനും സ്വർഗീയ പിതാവേ, യേശുവിൻ്റെ നാമത്തിൽ കടന്നു വരുന്നു. വചനമായി നിൽക്കുമ്പോൾ ജനത്തോട് അവിടുന്ന് ശക്തമായി ഇടപെട്ടതിനായി നന്ദി പറയുന്നു. ഇന്ന് തകർന്നിരിക്കുന്ന ചില മേഖലകൾ, ദുഃഖിച്ചിരിക്കുന്ന ചില മേഖലകൾ, ആരും സഹായിക്കുവാനില്ലെന്ന് ഭാരപ്പെടുന്ന മേഖലകളിൽ അവിടുത്തെ വചനമയച്ച് ഇന്ന് വിടുതലും ആശ്വാസവും പുതുവാതിലുകളും തുറന്നതിനായി നന്ദി പറയുന്നു. ചില ഭയപ്പെടുന്ന അന്ധകാര ശക്തികളെ മാറ്റി അവർക്ക് ജയം നൽകിയതിനായി നന്ദി പറയുന്നു. ഒറ്റപ്പെട്ടിരിക്കുന്ന വ്യക്തിമണ്ഡലങ്ങൾക്ക് അവിടുന്ന് സമാധാനവും ആശ്വാസവും ഞാൻ നിന്നെ സഹായിക്കുന്ന ദൈവമെന്ന് പറഞ്ഞു അവരെ മനോധൈര്യവും കൊടുത്ത കൃപയ്ക്കായി നന്ദി പറയുന്നു. മനോഭീതിയുള്ളവരോട് ധൈര്യപ്പെടുവിൻ, ഭയപ്പെടേണ്ട, ഇതാ നിങ്ങളുടെ ദൈവം. കർത്താവേ, അവിടുത്തെ നല്ല വചനത്തിനായി നന്ദി പറയുന്നു. ഈ വചനം ഓരോരുത്തരുടെ ജീവിതത്തിൽ അത് 30, 60, 100 ഫലം കായ്ക്കണം. ജനത്തെ അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. ഇരുട്ടിൻ്റെ ശക്തികൾ കുടുംബ മണ്ഡലത്തിൽ നിന്ന് മാറട്ടെ യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയിലെ 1000 സബ്സ്ക്രൈബിന് ഏതാണ്ട് ഒരു 32ഓളം വേണം. നിങ്ങൾ ഓരോരുത്തരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഈ വചന മുഖാന്തരം കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.